ഇപ്രാവശ്യത്തെ നമ്മളെ ഓണാഘോഷം അടിപൊളി അഭിപ്രായം കേട്ടോ. അതെ, ഇപ്രാവശ്യം ഇഷ്ടം പോലെ ആൾക്കാരെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. എല്ലാവരും അത്യാവശ്യം പൈസ നേർക്കൊണ്ടേ പരിപാടി കണ്ടറാ. എടാ മക്കളെ, പുലച്ചൊരു 5 മണിക്കെങ്കിലും വിടണേ, എന്നാലും ഒരു 9 മണിയാകുമ്പോൾ റിസോർട്ട് കയറാൻ പറ്റും. കേട്ടിനാ? അതിന് ചങ്ങായി വരുന്നില്ലല്ലേ പറയുന്നത്? ഇതെന്താ എല്ലാ ഓണത്തിനും നമ്മൾ ഒരുമിച്ചാണല്ലോ പോലെ? പിന്നെന്താ നീ വന്നില്ലെങ്കിലേ എന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ടോ? അല്ല, വണ്ടീന്റെ കാര്യം? എടാ വണ്ടി അളിയൻ്റെ അടുത്താണല്ലോ ഉള്ളത്. ഇനി വൈകുന്നേരം ഫ്രീ അല്ലേ? പരിപാടി ഒന്നും ഇല്ലല്ലോ. നമുക്ക് വണ്ടി എടുക്കാൻ പോണേ. നോക്കടാ, ഞാൻ പോട്ടെ. ബൈ. എടാ ഞാൻ കൂടാ. ഞാൻ ഷോപ്പിലേക്ക്. ഞാനുണ്ട്, ഞാൻ പോട്ടെ. അല്ലടാ, എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഓനോട് പറഞ്ഞാൽ പറയുന്നു. എത്രയാന്ന് വെച്ചിട്ടാടാ ഓനെ സഹായിക്കുക? വാങ്ങിയാൽ തന്നെ ഒരുപാട് തിരിച്ചു കൊടുക്കാണ്ട്. ഇപ്പം എന്താ എൻ്റെ പ്ലാന്? നീ വരുന്നില്ലേ? വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. വന്നില്ല ഇനി അത് മതി. അവൻ്റെ സ്വഭാവം എനിക്ക് അറിയുന്നല്ലേ. അല്ല, ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, അതാണല്ലേ. എൻ്റെ ഫോൺ അവിടെ കുറേ നേരം ഞാൻ വിളിക്കുന്നത്. എടാ, അത് ഫോണ് മറ്റേ പെട്ടെന്ന് ഓഫായി പോയടാ, നന്നാക്കാൻ കൊടുക്കണം. ഇത് നിൻ്റെ ഫോണല്ലേ? ഇതെങ്ങനെ വിപിൻ്റെ മൊബൈൽ ഷോപ്പിലെത്തി? എടാ അത് എന്തെന്നാടാ? എടാ ഞാനൊന്ന് പറയട്ടെടാ. നീ എന്ത് പറയും? എന്താണ് പ്രശ്നമോ? എന്താണോ അതായിരിക്കുന്നത്? ചോദിക്കുവാനോട് തന്നെ. രഞ്ജിയെ, ഈ നായിന്റെ മോനെ ടൂർ പോകാൻ പൈസ ഇല്ലെങ്കിൽ ഫോൺ വെക്കേണ്ട കാര്യമുണ്ട് അവന്? ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പോരോ? ഫോൺ വെക്കാൻ പോയി. എന്നിട്ട് എനിക്ക് എത്ര കിട്ടിയാ? എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവതുകൊണ്ട് എടാ എടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തല്ലടാ ഹൻസ. മതി, ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ തീരുക.